ലോകത്ത് ചരിത്രത്തിൽ ആദ്യമായിട്ട് ഈ ഭൂമിയിൽ എല്ലാവിധ ആളുകൾക്കും ഒരുപോലെ പരസ്പരം അറിയാനും ഇടപഴകാനും കഴിയുന്ന ഒരവസ്ഥ വന്നിരിക്കുകയാണ്. ഇപ്പൊ നമുക്ക് ഇവിടെ ഇരുന്നുകൊണ്ട് ഒരു സെക്കൻഡ് കൊണ്ട് ഈ ഭൂമിയിലെ എല്ലാ ഔട്ടർ സ്പേസിൽ പോലെയുള്ള ആരെയും കുറിച്ച് സംസാരിക്കാം. ഇവിടെയുള്ള ആൾക്കും എവിടെയുള്ള ആളോടും സംസാരിക്കാം, വർത്തമാനം പറയാം, കാര്യങ്ങൾ പറയാം. നമ്മുടെ മനുഷ്യരുടെ ചരിത്രത്തിൽ ഒരിക്കലും ഇതിനു മുൻപ് ഇങ്ങനെയൊരു സംഭവം ഉണ്ടായിട്ടില്ല. ഉറപ്പാണ്. നമുക്ക് എവിടേക്ക് പോകാനും ഏതാനും മണിക്കൂറുകൾ മാത്രം മതി. ആ മണിക്കൂറുകൾ നമ്മൾ ഉപയോഗിച്ച് അവിടെ എത്തിക്കഴിഞ്ഞാൽ അവിടെ കഴിയാൻ നമുക്ക് സാർവത്രികമായ അംഗീകാരവും അവസരവും ഉണ്ട് എന്നുള്ള അവസ്ഥ കൂടി ഇപ്പോൾ നിലവിലുണ്ട്. അതിന് പുറമെ ഭൂമിയിലുള്ള ഏത് വിഭവവും സംസ്കരിച്ച് നമുക്കുള്ള ഉൽപ്പന്നങ്ങളും സേവനങ്ങളുമാക്കി മാറ്റിയിട്ട് അത് ഭൂമിയുടെ ഏത് ഭാഗത്തേക്കും കൊണ്ടുപോകാനുള്ള എല്ലാവിധ സൗകര്യങ്ങളും ഏത് അളവിലും ബൾക്ക് കാരിയേഴ്സ് മുതൽ എയർ കാരിയർ വരെ നമുക്കിപ്പോൾ ഉണ്ട്. ഭൂമി ഒന്നായി മനുഷ്യൻ്റെ കയ്യിൽ ഉള്ളെങ്കിൽ നെല്ലിക്കത്തിൽ ചെറുതായി എന്നർത്ഥം. അപ്പോൾ ഇനി ഈ ഭൂമിയിലുള്ള മനുഷ്യർക്ക് പരസ്പരം കൂടിയല്ലാതെ കഴിയാൻ ഒക്കില്ല. മനസ്സിലായില്ലേ? വേണ്ടാന്ന് വിചാരിച്ചാലും പറ്റില്ല എന്നർത്ഥം. ഒരു കോഴിക്കൂട്ടിലടുത്ത് കോഴികളെ പോലെ എല്ലാവരും കൂടി ഒന്നായിപ്പോയി. അതുകൊണ്ട് ഈ ഒന്നായിരിക്കാനുള്ള ഒരു മനോഭാവം ഇല്ലാത്തവർക്ക് ഈ ഭൂമിയിൽ കഴിയാൻ പറ്റില്ല. അല്ലെങ്കിൽ അവരെ ഭൂമിയിലെ എക്കാലത്തെയും സുസ്ഥിതിക്ക് തടസ്സങ്ങളും ആയിരിക്കും. അപ്പോൾ നാളെ പറഞ്ഞാൽ ഏതൊരു 10-20 കൊല്ലം കഴിഞ്ഞാലുള്ള ഈ ഭൂമിയുടെ സ്ഥിതിയിൽ ഉണ്ടായിരിക്കേണ്ട അടിസ്ഥാനപരമായ സംസ്കാരം നമ്മുടെ കേരളത്തില് നൂറ്റാണ്ടുകളായി ആർജിച്ചെടുത്ത സംസ്കാരമാണ് എന്ന് അർത്ഥം. നമ്മൾക്ക് വലിയ സമ്പത്തൊന്നുമില്ല. നമുക്ക് അമേരിക്കൻ പ്രസിഡന്റ് പറയുന്ന പോലെ പറയാനുള്ള ശേഷി സാമ്പത്തികമായിട്ടില്ല ഇന്ത്യക്കാരായ അങ്ങനത്തെ കേരളീയർക്കുമില്ല. പക്ഷേ നമുക്കുള്ള ഈ സമ്പത്ത് ആർക്കുമില്ല. ഈ സമ്പത്ത് നമ്മുടെ ട്രംപിനുമില്ല, ട്രംപിൻ്റെ മൂത്ത ട്രംപിനുമില്ല. കാരണം ഇത് അവിടെ ഇല്ല എന്ന സമ്പ്രദായം. മനുഷ്യനെ ഒന്നായി കാണാനുള്ള, എല്ലാവർക്കും ഒരുമിച്ച് കഴിയാം എന്ന അവസ്ഥയിലുള്ള ഒരു സമ്പ്രദായം ശീലിച്ച് പരിപാലിച്ച് പോകുന്ന ആളുകൾ ഇവിടെ നമ്മൾ മാത്രമായിട്ട് ലോകത്തിന് നാളെ കഴിയാനുള്ള കാഴ്ചപ്പാട് കൊടുക്കാനുള്ള അർഹത അല്ലെങ്കിൽ അവസരം അല്ലെങ്കിൽ ചുമതല നമ്മിൽ